ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല സഹോദരങ്ങളെ. ഇത്രയും വലിയ വീരവാദം മുഴക്കിയ അബൂജഹലിന്റെ അന്ത്യത്തെക്കുറിച്ച് ഞാനൊന്ന് പറയുകയാ. അറിയണോ, അബൂജഹൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ കാട്ടാളനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ വെല്ലുവിളിച്ച ആളുണ്ടല്ലോ, വിശുദ്ധമായ ഖുർആൻ ആക്ഷേപത്തോടെ സൂറത്ത് പോലും ഇറക്കിയതായ അത്രയും വൃത്തികെട്ട മനുഷ്യന്റെ അവസാനം അല്ലാഹുവിന്റെ ഹബീബിനെ ആക്ഷേപിച്ചതിന്റെ പേരില് റസൂലുള്ളാഹിനെ ചെറുതാക്കി കാണിക്കുന്നവരെ, അല്ലാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരെ, പുണ്യപ്രവാചകന്റെ വ്യക്തിപ്രഭാവത്തിന്റെ പ്രഭാകരണങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ മടിക്കുന്നവരെ, റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലാൻ മടിക്കുന്നവരെ, റസൂലുള്ളാഹിന്റെ അവദാനങ്ങൾ വാഴ്ത്താനും പുകഴ്ത്താനും മടിക്കുന്നവരെ, റസൂലുള്ളാഹിനെ അപകീർത്തിപ്പെടുത്തിയതിന്റെ പേരിൽ നിങ്ങൾ ആലോചിക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പലതും പലപ്പോഴും അബൂജഹൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമയം പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ച് തബ്ബല്ലക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ നശിച്ചു പോകട്ടെ എന്നുള്ള ദുനിയാവിലെ ഏറ്റവും ദുരന്തപൂർവമായ വാക്ക് പറഞ്ഞപ്പോൾ അത്രയും സമയം ഖുർആൻ അതിനെ ശബ്ദിച്ചില്ല. ഒന്ന് ചിന്തിക്കാറിയാ പറയുകയാ, റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചപ്പോ, അല്ലാഹുവിന്റെ ഹബീബിനെ ആക്ഷേപിച്ചപ്പോ നസലൽ നബീന മലക്ക് ജിബ്രീൽ ഇറങ്ങി വന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചാൽ സഹിക്കൂല. തബ്ബത്തിയതാ അബീ ലഹബിൻ വതബ്ബ മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് എന്നുള്ള ചെറിയ സൂറത്ത് ഇറക്കിക്കൊണ്ട് അബൂജഹലിന് അല്ലാഹു മറുപടി കൊടുക്കുമ്പോൾ ആ അബൂജഹൽ ബദറിൽ എങ്ങനെ ചത്തു വീണതെന്നറിയുമോ? ആ അബൂജഹലെ അല്ലാഹു എങ്ങനെ നിസാരപ്പെടുത്തിയതെന്നറിയുമോ? ആരാ അബൂജഹലിനെ കൊന്നതെന്നറിയുമോ? ഒരു ചെറിയ കുട്ടിയാ, ഒരു ചെറിയ കുട്ടിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ. ആ ചെറിയ കുട്ടി അബൂജഹൽ ഒരു വെട്ടുകൊടുത്തപ്പോൾ ആ വെട്ടുകൊണ്ട അബൂജഹൽ എന്ന് പറയുന്ന വടവൃക്ഷമെന്ന് താഴെ കൊടിഞ്ഞു വീണപ്പോൾ അബൂജഹലിന്റെ നെഞ്ചത്ത് കയറുന്നു. വിശാലമായ വിരിഞ്ഞ നെഞ്ച അബൂജഹലിന് അവന്റെ നെഞ്ചത്ത് കയറുന്നു. എന്നിട്ട് വാള് ചുരുട്ടിയിട്ട് ആ കൊച്ചുകുട്ടി അബൂജഹൽ നോക്കിയപ്പോൾ താഴെ കടന്നുകൊണ്ട് ധിക്കാരിയായ അബൂജഹൽ പറയുകയാ, ഇറങ്ങടാ എന്റെ നെഞ്ചിന്റെ മുകളിൽ നിന്ന്. അപ്പോഴും അവന്റെ ധിക്കാരം മാറുന്നില്ല. എന്തൊരു നാണക്കേടായി പോയി എനിക്ക്, എന്തൊരു നാണക്കേടായി പോയി എനിക്ക്. കാരണം ഒരു കരുത്തുറ്റ ഒരു യുവാവ് എന്നെ കൊന്നെങ്കിൽ, എന്നെ വെട്ടിയെങ്കിലും അഭിമാനിക്കാമായിരുന്നു. ഈ തിക്കരി പയ്യൻ എന്നെ വെട്ടിയിട്ട് എന്റെ നെഞ്ചിന്റെ മുകളിൽ നിൽക്കുന്നു. താഴെ കടന്നുകൊണ്ട് തുപ്പി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കണമെന്ന് ധിക്കാരം അവസാനം പറയുകയാ. അതങ്ങ് പറഞ്ഞപ്പോൾ ഒറ്റ വെട്ടും കൂടി അങ്ങ് കൊടുത്തു. ഈ വെട്ടുകൊണ്ടപ്പോൾ അവന് മനസ്സിലായി ഇനി അവൻ എഴുന്നേക്കൂല എന്ന് മനസ്സിലായി. അവൻ അവസാനം പറഞ്ഞത് എന്താണെന്നറിയുമോ? അവൻ അവസാനം പറഞ്ഞത് എന്താണെന്നറിയുമോ? എടാ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായിരുന്നാലും നീ എന്നെ കൊല്ലും, എന്തായിരുന്നാലും നീ എന്നെ വധിക്കും. അതുകൊണ്ട് എന്റെ തല വെട്ടുമ്പോൾ എന്റെ ഈ തോളിനോട് ചേർത്ത് എന്റെ തല നീ വെട്ടിയെടുക്കണം. എന്റെ ഈ കഴുത്ത് നീ വെട്ടിയെടുക്കുമ്പോൾ എന്തായിരുന്നാലും എന്റെ കഴുത്ത് നീ വെട്ടിയെടുക്കുമെന്നറിയാം. എന്റെ തോളിനോട് ചേർത്ത് എന്റെ ഉയരമുള്ള കഴുത്തുണ്ടല്ലോ, അതിന്റെ മധ്യഭാഗത്തൊന്നും നീ വെട്ടരുത്. തോളിനോട് ചേർത്ത് എന്റെ നീളമുള്ള കഴുത്ത് അതൊന്ന് കണ്ടിച്ചെടുത്തിട്ട് നിന്റെ വാളിന് കുത്തിയിട്ട് നിന്റെ നേതാവുണ്ടല്ലോ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപ രൂപത്തിൽ അവൻ പറഞ്ഞിട്ട് പറയുകയാ, ആ മുഹമ്മദിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് നീ വെക്കണം, ആ മുഹമ്മദിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് നീ കാണിക്കണം. എന്റെ തല കണ്ടിട്ടെങ്കിലും ഒന്ന് പേടിക്കട്ടെ മുഹമ്മദ്, എന്റെ തല കണ്ടിട്ടെങ്കിലും ഒന്ന് ഭയപ്പെടട്ടെ മുഹമ്മദ് എന്ന് ആ വലിയ ധിക്കാരം പറഞ്ഞ അബൂജഹല് ഇയാൾ അതുപോലെ തന്നെ തല വെട്ടിയെടുത്തു. സുബ്ഹാനല്ലാഹ്, വെട്ടിയെടുത്തുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആലോചിക്കണേ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനും തുച്ഛമായ സഹാബികളും നിൽക്കുമ്പോൾ ഒരു ചെറിയ ആള് ഒരു വലിയ തലയുമായിട്ട് വരുന്ന കാഴ്ച കണ്ട് റസൂലുള്ള ചിരിച്ചുപോയി, അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചുപോയി. അതുകൊണ്ട് സഹാബികളും ചിരിച്ചുപോയി. എന്നിട്ടുണ്ടായ കാര്യം പറഞ്ഞു നബി, ഇന്നതുപോലെ ആ വിഷയം ഞാനൊരു വെട്ട് കൊടുത്തു, അവൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ രണ്ടാമത്തെ വെട്ട് കൊടുത്തു, അവൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ തല വെട്ടിയെടുത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഇങ്ങനെ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മൂസാ നബിയുടെ ശത്രുവാകുന്ന ഫിർഔനുണ്ടല്ലോ, ആ മൂസാ നബിയുടെ ശത്രുവാകുന്ന ഫിർഔനെക്കാളും വലിയ ധിക്കാരിയായി
പറഞ്ഞ അബൂജഹൽ ഇയാൾ അതുപോലെ തന്നെ തല വെട്ടിയെടുത്തു. സുബ്ഹാനല്ലാഹ്, വെട്ടിയെടുത്തുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആലോചിക്കണേ, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകനും തുച്ഛമായ സഹാബികളും നിൽക്കുമ്പോൾ ഒരു ചെറിയ ആള് ഒരു വലിയ തലയുമായിട്ട് വരുന്ന കാഴ്ച കണ്ട് റസൂലുള്ള ചിരിച്ചുപോയി, അള്ളാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചുപോയി. അതുകൊണ്ട് സഹാബികളും ചിരിച്ചുപോയി. എന്നിട്ടുണ്ടായ കാര്യം പറഞ്ഞു നബി, ഇന്നതുപോലെ ആ വിഷയം ഞാനൊരു വെട്ട് കൊടുത്തു, അവനിങ്ങനെ പറഞ്ഞു. ഞാൻ രണ്ടാമത്തെ വെട്ട് കൊടുത്തു, അവനിങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ തല വെട്ടിയെടുത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഇങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, മൂസാ നബിയുടെ ശത്രുവാകുന്ന ഫിർഔനുണ്ടല്ലോ, ആ മൂസാ നബിയുടെ ശത്രുവാകുന്ന ഫിർഔനെക്കാളും വലിയ ധിക്കാരിയായ എന്റെ ഫിർഔനാകുന്ന അബൂജഹല്, മൂസാ നബിയുടെ ശത്രുവാകുന്ന ഫിർഔനെക്കാളും വലിയ ഭീകരവാദിയാ എന്റെ ശത്രുവാകുന്ന ഈ അബൂജഹൽ എന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രത്തോളം വലിയ ധിക്കാരികളെ ആയുധ ബലം കൊണ്ടല്ല പൊന്നുമോനെ, ആൾശേഷി കൊണ്ടല്ല പൊന്നുമോനെ, പരിച കൊണ്ടല്ല പൊന്നുമോനെ, പടയങ്ക് കൊണ്ടല്ല, പടച്ചട്ട കൊണ്ടല്ല, പടത്തൊപ്പ് കൊണ്ടല്ല, ഒരു ആയുധത്തിന്റെ വിശാലമായ വിധാനങ്ങളെയും കൊണ്ടല്ല, അല്ലാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടാ. അതാ നമുക്ക് വീണ്ടെടുക്കാനുള്ളത്. എന്ത് വന്നാലും പടച്ചവനെ ഏൽപ്പിക്കുക എന്ന് പറയുന്ന വലിയ ഒരു പാഠം തരുന്ന ബദരീങ്ങളുണ്ടല്ലോ, ആ പടച്ചവനിലേക്ക് മടങ്ങാനും ആ മഹാന്മാരായിട്ടുള്ള ബദരീങ്ങളെ മുൻനിർത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ആത്മീയ അവബോധത്തിന്റെ പുതിയ കാഴ്ചവട്ടടികളെ സൃഷ്ടിച്ചെടുക്കാനും യഥാർത്ഥ ഒരു വിശ്വാസിയാകാനും നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തവസ്സലിനാ ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ പ്രോഗ്രാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നമ്മുടെ SYSന്റെ ഔദ്യോഗിക സൈറ്റ് ആയിട്ടുള്ള ഇസ്ലാമിക് മീഡിയ മിഷനിൽ ലൈവായിട്ടുണ്ട്. ഇന്നുണ്ട്, ഇൻഷാ അല്ലാഹ് നാളെ ഉണ്ട്. നാളെ നമ്മുടെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ മൊയ്നുദ്ദീന്റെ പാട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. അതുപോലെ സയ്യിദ് അവരുടെ ദുആ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് മൂപ്പര് പറയുന്ന എന്റെ വാലും ഉണ്ടാവും, അതുണ്ടാവും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും, ഞാൻ കൂടുതലായി പറയുന്നില്ല, കുറച്ച് വിശാലമായിട്ട് പറയണം. ഇപ്പൊ തന്നെ ദീർഘമായിട്ട് സമയം ഇങ്ങനെ ദീർഘിച്ചു പോയാണ്. നമുക്ക് രണ്ടിനകത്തൊക്കെ കേൾക്കണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദുആരക്കണം. അതുകൊണ്ട് ഒരു 1-2 വാക്കുകളുടെ സാന്ദർഭികമായി പറഞ്ഞിട്ട് ഞാൻ ചുരുക്കുകയാണ്. അള്ളാഹു ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് അള്ളാഹു നിഅമത്ത് നൽകുമാറാകട്ടെ. ഏറ്റവും വലിയ നിഅമത്താകുന്ന ഹിദായത്ത് അള്ളാഹു സമ്പൂർണ്ണമാക്കി തരുമാറാകട്ടെ. രണ്ടാമത്തെ നിഅമത്താകുന്ന ആഫിയത്ത് അള്ളാഹു സമ്പൂർണ്ണമാക്കി തരുമാറാകട്ടെ. അല്ലേ, ഹിദായത്ത് അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത്ത്. ആദ്യം നമ്മൾ ഹിദായത്ത് ചോദിക്കുന്നു, പിന്നെ വഅഫിനാ ഫീമൻ ആഫൈത്ത്. രണ്ടാമത് നമ്മൾ ആഫിയത്ത് ചോദിക്കുന്നു. ആണോ, ആഫിയത്തില്ലാതെ ഹിദായത്ത് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ അതാ ജനിച്ചപ്പോൾ തന്നെ ശരീരം കൈയും കാലും ഒക്കെ തളർന്നു കിടക്കുന്ന ആളാ. പരലോകത്ത് അവന് പ്രത്യേകമായ പരിഗണന, അവൻ സത്യവിശ്വാസിയാണെങ്കിൽ പടച്ചവൻ കൊടുക്കുമെങ്കിലും, അള്ളാഹു കൊടുക്കുമെങ്കിലും, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന് കൊടുത്ത കൈകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ഒന്ന് ഉയർത്തിക്കെട്ടാൻ ജീവിതത്തിൽ ഒരു ഭാഗ്യം കിട്ടാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എന്നും അതൊരു വേദനയാ. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു ബാങ്ക് കേട്ടാൽ അതിന് പോകാൻ കഴിയുന്നില്ലല്ലോ, നിസ്കരിക്കാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ എന്നുള്ള ഒരു ദുഃഖമുണ്ടായിട്ട് കിടക്കയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരാതെ റബ്ബ് കാക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിഷ്കാരങ്ങളുടെ പറുദീസയിലാണ് നമ്മൾ താമസിക്കുന്നത്. ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ആരെയും കുറവാക്കി കാണിക്കാനല്ല, ആരെയും ആക്ഷേപം കാണിക്കാനല്ല. ഈ മണ്ണില്ലെങ്കിൽ നമുക്ക് അന്നമില്ല. ഈ മണ്ണാണ് നമുക്ക് അന്നം തരുന്നത്. നമ്മുടെ കടങ്ങൾ വീട്ടിൽ തരുന്നത് ഈ മണ്ണ. നമ്മുടെ ഉപ്പയും ഉമ്മയെ സന്തോഷിപ്പിക്കാൻ കാരണമാകുന്നത് ഈ മണ്ണ. നമ്മളെ ചെല്ലുമ്പോൾ, മക്കളെ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ കയ്യിലേക്ക് ഒരു ഹദിയ, അവരുടെ കയ്യിലേക്ക് ഒരു സന്തോഷത്തിന്റെ പൊതി കൊടുക്കാൻ പറ്റുന്നത് ഈ മണ്ണിൽ അധ്വാനിക്കുന്നത് കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടിൽ നമ്മൾ തലയുയർത്തി നടക്കുന്നത് ഈ മണ്ണ. അതുകൊണ്ട് ഈ മണ്ണിനെ നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റൂല. അല്ലാഹു നാട്ടിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നാട്ടിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ നല്ല വശങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കും
അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു പോവുകയാ, പരിഷ്കാരങ്ങളുടെ ഒരു പറുദീസയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത രൂപത്തിന് പല പരിഷ്കാരങ്ങളും നമ്മുടെ കണ്ണിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ വല്ലാത്ത ഘട്ടത്തിലായിപ്പോ നമ്മളുള്ളത്. പഴയ കാലമല്ല സഹോദരങ്ങളെ. മുമ്പ് ഒരു പാപം ചെയ്യണമെങ്കിൽ ആ പാപത്തെ അന്വേഷിച്ചു കൊണ്ടവൻ പുറപ്പെട്ട് ദുഃഖമായി സഞ്ചരിക്കണം. ഇപ്പോൾ അവന്റെ കയ്യിലുള്ളത് പാപവാ, അവന്റെ റൂമിലുള്ളത് പാപവാ, അവന്റെ പരിസരത്തിലുള്ളത് പാപവാ, അവന്റെ കൂട്ടത്തിലുള്ളത് പാപവാ. അതുകൊണ്ട് ഈ പാപമയമുള്ള പരിസരങ്ങളെ ചികഞ്ഞു മാറ്റി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പിടി ആത്മവിശ്വാസവും ആത്മനിർവൃതിയും ആത്മീയമായ അവബോധവുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അല്ലാഹുവേ നൽകണേ റബ്ബേ, പടച്ചവനേ അല്ലാഹുവേ. പരപരകൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, രോഗങ്ങൾ അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഒട്ടനവധി ആളുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിനീതൻ നാട്ടിൽ നിൽക്കുമ്പോൾ നാട്ടിലുള്ള ആളുകളുടെ കോള് വിളിക്കുന്നതിനേക്കാളും വിഷമങ്ങൾ പറഞ്ഞിട്ട് വിളിച്ചു പറയുന്നത് പ്രവാസികളായ ആളുകളാണ്. അവർ ദ്വാരക്കാൻ പല നിലക്കുള്ള ദുആ കൊണ്ട് വസിയത്ത് ചെയ്യവരാ. പടച്ചവനെ അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റണേ റബ്ബേ. ഇത്രയും സമയം ആത്മാർത്ഥമായിട്ടിരുന്ന സഹോദരങ്ങളാ, തമ്പുരാനെ എല്ലാ വിഷമങ്ങളും മാറ്റണേ റബ്ബേ, ദുഃഖങ്ങൾ മാറ്റണേ അല്ലാ. നമ്മൾ പറഞ്ഞതും കേട്ടതും നീ കൂടാക്കണേ അല്ലാ. പടച്ചവനെ മഹാന്മാരായ ബദരീങ്ങൾ, ആ ബദരീങ്ങളുടെ ധീരോവികാസമുണ്ടല്ലോ, അവർ വിധിച്ചിട്ടുള്ള ആ അത്യുന്നതമായിട്ടുള്ള വല്ലാത്ത ഈമാനികമായ ആവേശമുണ്ടല്ലോ. ഒരു പോയിന്റ് ഞാൻ പറയുകയാ സഹോദരങ്ങളെ, ഞാനത് പറഞ്ഞു വെച്ചു മുമ്പേ. എന്താണെന്നറിയുമോ? ജിഹാദ് എന്ന് പറയുന്ന ഒരു പദം ആഗോളതലത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്ത കാലഘട്ടമാ. ഏതാണ് ജിഹാദ് എന്നറിയുമോ? ഏതാണ് ജിഹാദ് എന്നറിയുമോ? ഏതാണ് ജിഹാദ് എന്നറിയുമോ? ജീവിതം മുഴുവനുമുള്ള ജിഹാദ് ഏതാ? സമരമാണ് ജീവിതമെന്ന് നമ്മുടെ സുന്നത്തിന്റെ ചില കുട്ടികൾ പ്രഖ്യാപിക്കുന്ന ആ സമര പോരാട്ടത്തില്, ആ പോർക്കളത്തിലെ ജിഹാദ് ഏതാ സഹോദരങ്ങളെ? അത് വാളെടുക്കുന്നൊരു ജിഹാദല്ല, അത് പീരങ്കി വയ്ക്കുന്നൊരു ജിഹാദല്ല, അത് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വിചണ്ഡവാദത്തിന്റെയും ബോംബുവാദത്തിന്റെയും അതിലംഘനത്തിന്റെയും അതിരുവത്ത പ്രവർത്തനങ്ങളുടെയും വെല്ലുവിളികളുടെയും ജിഹാദല്ല. ആ ജിഹാദാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ച ജിഹാദ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകനും യുദ്ധം കഴിഞ്ഞു മടങ്ങി വന്ന ഒരു പറ്റം സഹാബികള് യുദ്ധം കഴിഞ്ഞു മടങ്ങി വന്നവരാ. ആ സഹാബികളിൽ പലരുടെ ശരീരത്തിന്റെ അവയവങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്, പലരും മരണപ്പെട്ട് ഷഹീദായി പോയിട്ടുണ്ട്, പലരുടെയും പ്രയാസങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കാണുന്നുണ്ട്. എങ്കിലും ഹബീബായ പ്രവാചകൻ അവരോട് പറയുകയാ, മക്കളെ, നമുക്കൊരു വലിയ ജിഹാദ് നടത്താനുണ്ട്, വലിയൊരു ജിഹാദ് നടത്താനുണ്ട്. സഹാബികൾ അത്ഭുതത്തോടെ പ്രവാചകനോട് ചോദിക്കയാ. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ഈ സദസ്സിൽ നിന്ന് ഈ വിനീതനായ ഞാൻ ഇന്നത്തെ ദിവസം ഈ സമൂഹത്തിന്, എന്റെ മുമ്പിലുള്ള ചെറുപ്പക്കാർക്ക്, എന്റെ മുമ്പിലുള്ള അപാലവൃദ്ധം ജനങ്ങൾക്ക്, എന്റെ പരിസരത്തിൽ നിന്ന് ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് ഇന്ന് തരുന്നൊരു സമ്മാനമാണ് ഈ ജിഹാദ്. ആ ജിഹാദിന്റെ പൊരുളെന്നറിയണേ. ആ ജിഹാദ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ മറ്റേതോ ജിഹാദിനെ കുറിച്ച് ഇങ്ങനെ കൗതുകത്തോടെ നോക്കുകയാ. നമുക്കറിയേണ്ടതും പഠിക്കേണ്ടതും ചെയ്യേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദ് നമുക്ക് കൈവിട്ടുപോയി. അതുകൊണ്ടാണ് ചെറിയ ജിഹാദിൽ നമുക്ക് ജയിക്കാൻ പറ്റാത്തത്. പ്രഥമമായിട്ടുള്ള ജിഹാദ് നമ്മളിലില്ല, ഫൗണ്ടേഷൻ നമുക്കില്ല. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ പ്രവാചകൻ ആ സ്വഹാബികളോട് പറയുകയാ, മക്കളെ, വലിയൊരു ജിഹാദ് നമുക്ക് നടത്താനുണ്ട്, നമുക്ക് വലിയ ഒരു പോരാട്ടം നടത്താനുണ്ട്. ഇത് കേട്ട സ്വഹാബികൾ പ്രവാചകനോട് തിരിച്ചു ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകരെ, ഇതിനേക്കാളും വലിയ ജിഹാദുണ്ടോ? നമ്മളിൽ പലരുടെയും കൈകൾ വിച്ഛേദിക്കപ്പെട്ടുപോയി, നമ്മളിൽ പലരുടെയും കാലുകൾ വിച്ഛേദിക്കപ്പെട്ടുപോയി, നമ്മളിൽ പലരുടെയും ഉമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടുപോയി, നമ്മളിൽ പലരുടെയും സഹോദരിമാര് വിധവകളായി പോയി, മക്കൾ യതീമുകളായി പോയി. യാ റസൂലല്ലാഹ്, നബിയെ, അല്ലാഹുവിന്റെ ഹബീബായ നബിയെ, ഇതിനേക്കാളും വലിയ ജിഹാദുണ്ടോ? ഹബീബായ പ്രവാചകൻ
തങ്ങളെന്ന് പറയുകയാ, യാ സഹാബ, ഏറ്റവും വലിയ ജിഹാദ് ഏതാണെന്നറിയുമോ? ഏറ്റവും വലിയ ജിഹാദ് ഏതാണെന്നറിയുമോ? സ്വന്തം ശരീരത്തിനോടുള്ള ജിഹാദാ. ഒരു തിന്മ മുമ്പിൽ വരുമ്പോൾ, ഒരു പാപം മുമ്പിൽ വരുമ്പോൾ, ഒരു തെറ്റ് മുമ്പിൽ വരുമ്പോൾ അത് കാണരുതേ എന്ന് നിന്റെ ശരീരമാ കണ്ണിനോട് ഒരാത്മവിശുദ്ധിയോടെ ഓർമ്മപ്പെടുത്താൻ നിന്റെ ശരീരത്തോട് നടത്തുന്ന ജിഹാദ് ഉണ്ടല്ലോ. ആ ജിഹാദിന് വിജയിച്ചില്ല എങ്കിൽ ഒരു തിന്മ കേൾക്കുമ്പോൾ, ഒരു തിന്മ ചിന്തിക്കുമ്പോൾ, ഒരു തിന്മ പ്രവർത്തിക്കണമെന്ന് തോന്നുമ്പോൾ, പാപമയമുള്ള പരിസരത്തേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൽ നിന്ന് സ്വന്തം ശരീരത്തെ തടഞ്ഞു നിർത്താൻ ഒരു ഉൾവിളി അവനിലുണ്ടോ? അതാണ് ഏറ്റവും വലിയ ജിഹാദ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ പൊരുള് എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഒരു പക്ഷേ നാം പറഞ്ഞാൽ വാളെടുക്കാൻ പറഞ്ഞാൽ ഇരിക്കട്ടെ, ഒരു വാളെടുക്കാമെന്നൊരു പക്ഷേ പലരും ചിന്തിക്കും. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ, ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ അത് പടക്കം ശരീരത്തിനോടുള്ള ജിഹാദാ. ഒരു തിന്മ മുമ്പിൽ വരുമ്പോൾ, ഒരു പാപം മുമ്പിൽ വരുമ്പോൾ, ഒരു തെറ്റ് മുമ്പിൽ വരുമ്പോൾ അത് കാണരുതേ എന്ന് നിന്റെ ശരീരമാ കണ്ണിനോട് ഒരാത്മവിശുദ്ധിയോടെ ഓർമ്മപ്പെടുത്താൻ നിന്റെ ശരീരത്തോട് നടത്തുന്ന ജിഹാദ് ഉണ്ടല്ലോ. ആ ജിഹാദിന് വിജയിച്ചില്ല എങ്കിൽ ഒരു തിന്മ കേൾക്കുമ്പോൾ, ഒരു തിന്മ ചിന്തിക്കുമ്പോൾ, ഒരു തിന്മ പ്രവർത്തിക്കണമെന്ന് തോന്നുമ്പോൾ, പാപമയമുള്ള പരിസരത്തേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൽ നിന്ന് സ്വന്തം ശരീരത്തെ തടഞ്ഞു നിർത്താൻ ഒരു ഉൾവിളി അവനിലുണ്ടോ? അതാണ് ഏറ്റവും വലിയ ജിഹാദ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ പൊരുള് എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഒരു പക്ഷേ നാം പറഞ്ഞാൽ വാളെടുക്കാൻ പറഞ്ഞാൽ ഇരിക്കട്ടെ, ഒരു വാളെടുക്കാമെന്നൊരു പക്ഷേ പലരും ചിന്തിക്കും. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ, ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ അത് പടച്ചവന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അതുകൊണ്ട് ഞാനത് ചെയ്യൂല എന്ന് നഷ്ടമുണ്ടായിരുന്നാലും കുഴപ്പമില്ല. അതെന്റെ ഹബീബിന് ഇഷ്ടമല്ല, അതെന്റെ വിശുദ്ധമായ പഠിപ്പിച്ച പ്രമാണമല്ല, അതൊരിക്കലും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു ആത്മീയമായ അവബോധമുണ്ടല്ലോ, ഒരു ഉൾവിളി ഉണ്ടല്ലോ. അതിനെ ഏറ്റെടുക്കാനും സ്വന്തം ശരീരത്തോട് അതുമായി ബന്ധപ്പെട്ട് സമരം നടത്താനും ആ സമരത്തിലൂടെ ഹബീബായ പ്രവാചകന്റെ ചാരത്ത് ചെല്ലാനും പറ്റുന്ന മുജാഹിദീങ്ങളെയാ, അതുപോലെ അങ്ങനെയുള്ള പോരാട്ടം നടത്തുന്നവരെയാ ആധുനിക കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമുദായത്തിന് ആവശ്യം സ്വന്തം ശരീരത്തെ പിടിച്ചു നിർത്താൻ, തിന്മയിൽ നിന്ന് പിടിച്ചു നിർത്താൻ, ആത്മീയ ചമൽക്കാരത്തോടെ ചടുലമായ ആത്മീയമായ അവബോധത്തോടെയുള്ള കാൽവെപ്പ് നടത്താൻ. ഒരാൾ കണ്ടാൽ ഇവൻ മുസ്ലിമാണെന്ന് പറയാൻ, ഒരാൾ കണ്ടാൽ ഇത് ഇസ്ലാമാണെന്ന് പറയാൻ, ആ ഇസ്ലാമിന്റെ ചൈതന്യം പ്രപഞ്ചത്തിൽ പരിലസിക്കാൻ അതിനു വേണ്ടിയിട്ട് നീ നടത്തുന്ന ഒരു പോരാട്ടമുണ്ടല്ലോ. അതിന് നീ സഹിക്കേണ്ടി വന്നാൽ സഹിക്കാൻ, ക്ഷമിക്കേണ്ടി വന്നാൽ ക്ഷമിക്കാൻ, പിടിച്ചു നിൽക്കേണ്ടി വന്നാൽ പിടിച്ചു നിൽക്കാൻ, നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാൽ സഹിക്കാൻ, ഇതിനും നിൽക്കേണ്ടി വന്നാൽ നിൽക്കാൻ, പലരും ഉൾക്കൊള്ളേണ്ടി വന്നാൽ ഉൾക്കൊള്ളാൻ. എന്റെ ശരീരത്തിൽ പക്ഷേ അനിഷ്ടമായിരിക്കും, ഇഷ്ടമില്ലാത്തതായിരിക്കും. അങ്ങനെയുള്ള അനിഷ്ടങ്ങളോട് പോരാടിക്കൊണ്ട് നിന്റെ ശരീരത്തിന് അല്ലാഹുവിന്റെ പോരാട്ടത്തിലേക്ക്, യഥാർത്ഥ പോരാട്ടത്തിലേക്ക്, ജിഹാദിലേക്ക് കൊണ്ടുപോയാൽ മഹാനായ ഖാബുൽ അർവാഹ് മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം ആര് വരാന്ന് പറഞ്ഞാലും പറ്റിച്ചാലും വരുന്ന ഒരാളാ ഇസ്രായേൽ. നമ്മളെടുത്ത് പല ആളുകളും പറയും ഞാൻ ഇപ്പൊ വരാം, ഇവിടെ നിൽക്കണേ, ഈ സിഗ്നലിന്റെ അവിടെ തന്നെ കാണണം, ഞാൻ ഇപ്പൊ വരാം, ഒരു 5 മിനിറ്റ് 5 മണിക്കൂറായിരുന്നാലും ആളെ കാണൂല. അങ്ങനെ വരാന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്ന ആളൊന്നുമല്ല ഇസ്രായേൽ. ഇസ്രായേലിന്റെ സമയം കൃത്യമാ. അത് ഗൾഫിലാണോ, നാട്ടിലാണോ, ഫ്ലൈറ്റിലാണോ, സമുദ്രത്തിലാണോ, എഞ്ചിന്റെ പ്രവർത്തനം നടത്തുമ്പോഴാണോ, വീട്ടിലാണോ, ഉറക്കത്തിലാണോ, ഭക്ഷണം കഴിക്കുമ്പോഴാണോ, തൊഴിൽ ചെയ്യുമ്പോഴാണോ, എവിടെ അള്ളാഹു കൊടുത്തിട്ടുള്ളത് ആ സമയത്ത് അസ്റായിൽ വരുമ്പോൾ ഇത് കഥയല്ല മോനെ, ഇത് ചരിത്രത്തിന്റെ കുസുമങ്ങളെ പറയുകയല്ല, ഇത് നിങ്ങൾക്കും വരാനുള്ള അട്ടനിമിഷത്തിലെ യാഥാർത്ഥ്യമാ, 100% ഉറപ്പുള്ള കാര്യമാ. വിനീതനായ ഞാന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്നെ സ്നേഹിക്കുന്ന സഹോദരങ്ങള്, പ്രവാസികളായ ഒട്ടനവധി ആളുകൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഉസ്താദേ ദുആ വിളിച്ചു പറയുമ്പോൾ
യൂട്യൂബിലൂടെ ആ പ്രസംഗം കേട്ടിട്ട് ഞാൻ കടന്നുപോയി എന്ന് പറയുന്നവര് നെറ്റിലൂടെ ആ പ്രസംഗം കേട്ടിട്ട് അന്ന് ഉസ്താദിന് വേണ്ടിയിട്ട് ഒരുപാട് ദ്വാരം എന്ന് പറയുന്നവര് അങ്ങനെ ആത്മീയമായ മേഖലയിലും കൊണ്ട് ഈ വിനീതനെ സ്നേഹിക്കുന്ന ആളുകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നെ വിളിച്ചപ്പോൾ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നെ വിളിച്ചപ്പോൾ, ഞാൻ ഈ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുകയാ, പൊന്നു സഹോദരങ്ങളെ, എനിക്ക് ഉറപ്പില്ല എന്റെ വീട്ടിൽ നിന്ന് സലാം പറഞ്ഞു വന്ന ആളാ, 2-3 ദിവസത്തേക്ക് ഞാൻ വന്ന ആളാണെങ്കിലും ഈ കടല് കടന്ന എന്റെ ആത്മാവുമായിട്ട് എന്റെ ദേഹം ഇനി പോകുമെന്ന് പറയാൻ എനിക്ക് ഉറപ്പില്ല. എന്റെ മരിച്ച മയ്യത്താണോ എന്റെ വീട്ടിൽ കൊണ്ടുപോകുന്നത് എനിക്ക് ഉറപ്പിക്കാൻ നിർവാഹമില്ല, എനിക്ക് ഉറപ്പിക്കാൻ നിർവാഹമില്ല, നിങ്ങൾക്ക് ഉറപ്പിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് മരണം കൂടെ പുറപ്പായി വർത്തിക്കുന്നത് പോലെ ഒരു വസ്തുവും നമ്മോടടുപ്പമില്ല. അതുകൊണ്ട് കൂടുതൽ ആലോചിച്ച് യഥാർത്ഥ ജീവിതത്തിന്റെ വിശാലതയറിഞ്ഞ് ഈ ലോകത്തിന്റെ നിസ്സാരതയെ കുറിച്ച് ചിന്തിച്ച് പരലോകത്തിന്റെ വിശാലതയെ കുറിച്ച് ചിന്തിച്ച് അനന്തമായ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, ആ പരലോകത്തിന്റെ അനന്തമായ കാലങ്ങളുണ്ടല്ലോ, എണ്ണങ്ങൾ എന്ന് തീർന്നാലും തീരാത്ത കാലമുണ്ടല്ലോ, വ്യാഖ്യാനങ്ങൾ പരാജയപ്പെട്ടു പോകുന്ന കാലമുണ്ടല്ലോ. ആ കാലത്തിലൊരു കിടന്നൊന്ന് കയറി നിൽക്കാൻ സ്വർഗത്തിലൊരിടം വേണ്ടേ, ഒന്ന് കയറി നിൽക്കാനൊരിടം വേണ്ടേ. ആ പാലം വരാനുണ്ട് പൊന്നുമോനെ, അതിനു മുമ്പ് എത്രയോ ഘട്ടം വരാനുണ്ട്. അസ്രായിൽ വരുമ്പോൾ നാം പറഞ്ഞതുപോലെ നല്ലതുപോലെ നമുക്ക് മരിക്കണമെങ്കിൽ, ഖബറിൽ പോയി നല്ലതുപോലെ കിടക്കണമെങ്കിൽ നാം പല വീട്ടിൽ കിടക്കാനും ആഗ്രഹിച്ചിട്ടുണ്ട്, പല രൂപത്തിലുള്ള മോഡിഫിക്കേഷനുള്ള ഭവനങ്ങളിലും കിടക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ വീടുകളിൽ കിടക്കാൻ പറ്റുകയില്ല എങ്കിലും ഞാൻ ജോലി നോക്കിയിരുന്ന തിരുവനന്തപുരം ജില്ലയിൽ സുബ്ഹാനല്ലാഹ് ഒരു പാവപ്പെട്ട പ്രവാസിയായ മനുഷ്യൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ഒരുപാട് പണം മുടക്കിയിട്ടൊരു വീടുണ്ടാക്കി. ആ വീടിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് രാവിലെ, അതിന്റെ വാസ്തുവല്ല അതിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് രാവിലെ ആളുകളെല്ലാം വിളിച്ചുകൂട്ടി. ആളുകളെല്ലാം വരാൻ തുടങ്ങുമ്പോൾ തന്നെ ആ വീട്ടിന്റെ ഉടമസ്ഥന്റെ പടച്ചവൻ കൊണ്ടുപോയി. ആ വീട്ടിൽ വന്ന ആളുകളുണ്ടല്ലോ, ആ വീട്ടിൽ വിളിച്ചിട്ട് വന്ന ആളുകളെക്കാൾ വിളിക്കാതെ വന്ന ആളുകളാണ് അന്നത്തെ ദിവസമുണ്ടായിരുന്നത്. അവിടെ കെട്ടികെട്ട പന്തല്, ആ പന്തലിന്റെ കയറ് കെട്ടി വലിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ നടന്നില്ല. ചെറുമു സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ നടന്നില്ല. പ്രിയപ്പെട്ട ഉമ്മ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, ആ പന്തല് കെട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇതെന്റെ മരണത്തിന് ആളുകൾക്ക് വന്നു നിൽക്കാറുള്ള പന്തലാണെന്ന് ആ സഹോദരൻ അറിഞ്ഞില്ല. അവനാ മനുഷ്യനാ പുതിയ വീട്ടിന്റെ 1ാമത്തെ ദിവസം തന്നെ മരണത്തിലേക്ക് കടന്നുപോയ യഥാർത്ഥ വീടുണ്ടല്ലോ, ആ വീട്ടിലേക്ക് കടന്നുപോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാര്യമായിട്ട് ചിന്തിച്ചോ, കാര്യമായിട്ട് ചിന്തിച്ചോ. ആ ഖബറിൽ സന്തോഷിക്കാൻ, പരലോകത്ത് സന്തോഷിക്കാൻ, ആ പാലം കടന്നു പോകുമ്പോൾ കാലിടറിപ്പോയാൽ അവിടെ പിടിച്ചാൽ പിടുത്തം കിട്ടുന്ന പാലമല്ല. ആ പാലത്തിൽ നിന്ന് കാലിടറിപ്പോയാൽ വീണു പോകുന്ന നരകാഗ്നിയില. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന മെറ്റീരിയൽസ് എന്താണെന്നറിയുമോ? പച്ച മനുഷ്യരെയും പച്ച മാംസങ്ങളെയും പാറക്കല്ലുകളെയുമാണെന്ന് ഖുർആൻ പറയുമ്പോൾ ആ പാലം കടന്നു പോകണം. മിന്നൽ വേഗത്തിൽ പോകുന്നവരുണ്ട്, വലിയ വലിയ പടക്കുതിരകളുടെ വേഗത്തിൽ പോകുന്നവരുണ്ട്. ഞാനൊന്ന് പറയട്ടെ, വേദന കൊണ്ട് പറയട്ടെ, പുതിയ തലമുറയുടെ ചെറുപ്പക്കാരുടെ ആ പോക്കിന്റെ മുമ്പിൽ വല്ലാതെ വേദനിച്ചുകൊണ്ട് പറയട്ടെ, പൊന്നുമോനെ, ഒന്ന് എഴഞ്ഞെഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് വർഷങ്ങളെടുത്തിട്ട് അവസാനം ആ സ്വർഗത്തിലെത്തുന്നവരെ കുറിച്ച് ഹദീസിലുണ്ട്. അങ്ങനെയെങ്കിലും ഒന്ന് ചെല്ലാൻ പറ്റുമോ? നിന്റെ പ്രവർത്തനത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ ആ പാലത്തിലൂടെ അവസാനം വർഷങ്ങൾക്ക് ഇഴഞ്ഞെഴഞ്ഞ്